ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേരയ്ക്ക സാധാരണക്കാരൻ്റെ ആപ്പിൾ എന്നാണല്ലോ വിളിക്കുക. എന്താ വെച്ചാൽ ധാരാളം പോഷക സമൃദ്ധമാണ്. ഇന്നത്തെ വിഷയം പേരയ്ക്കല്ല, വിഷയം പേരയ്ക്കല്ല, പേരയുടെ ഇലയാണ്. പേരയിലേക്കും ഇതേപോലെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. നമുക്ക് അറിയാത്ത പല സംഗതികളുണ്ട്, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി അത് കൂടാതെ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ചില സംഗതികൾ നിർദ്ദേശിക്കാറുണ്ട് വ്യത്യസ്തമായിട്ട്. അതും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഇത് ഉള്ളിലേക്ക് സേവിക്കാനായിട്ട് ഇത് പേരയില ടീ ചായ വെച്ച് കുടിക്കുകയാണ് ചെയ്യുക. അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് പറയാം. പിന്നെ അതുപോലെ നമ്മൾ ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം, അതെങ്ങനെയാണ് തയ്യാറാക്കാന്ന് പറയാം. അതുപോലെ ഇത് വെച്ച് കുളിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാറുണ്ട്, അതും ഏതേത് അവസ്ഥയിൽ പ്രയോഗിക്കണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഉപരി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയേക്കണേ നോക്കാം. അതായത് ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ വൈറ്റമിൻ B12 വൈറ്റമിൻ B6 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് ധാരാളം പോഷകങ്ങൾ നൽകുന്ന ഒരു ഊർജ്ജം നൽകുന്ന ഒരു സംഗതിയാണ്. ഗ്രീൻ ടീ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടാവും അല്ലേ? ഗ്രീൻ ടീനൊക്കെ പറ്റി കേട്ടിട്ടില്ലേ? അന്ന് ഇത് അതിനേക്കാൾ കേമന. ഓക്കെ, ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, കുറച്ച് ദിവസം കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഊർജ്ജവും ഉന്മേഷവും ഒക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ പൂർണ്ണ ഊർജ്ജസ്വലരായിട്ട് നല്ല ഉന്മേഷത്തോടു കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. പിന്നെ മറ്റ് രോഗാവസ്ഥകൾ ഇത് ഉപയോഗിക്കാം, ഏതേത് കണ്ടീഷനിലൊക്കെ പ്രയോഗിക്കാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന അവസാനം വരെ കാണാം കേട്ടോ, എന്നാലേ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു, നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് പേരയുടെ ഇല, ഇതിന്റെ തളിരില, കൂമ്പല എടുക്കണം, അതുപോലെ ഇച്ചിരി ഇളം ഇല എടുക്കണം, ഒരു ഇളം തളിരില അതും എടുക്കാം കേട്ടോ, അതും ഉപയോഗിക്കാം. പിന്നെ ഇനി ചില കണ്ടീഷനിൽ ഇച്ചിരി മൂത്ത ഇല എടുക്കാം. ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. അപ്പൊ അതായത് നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് ഫേസ് പാക്ക്, അതാണല്ലോ എപ്പോഴും എല്ലാവർക്കും ആവശ്യമുള്ളത്, അത് ആദ്യം പറയാം. അപ്പൊ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ട പേരയിലയുടെ മൊട്ടാണ് എടുക്കേണ്ടത്. ഏറ്റവും കുരുന്നില്ല അത് നന്നായിട്ട് പേസ്റ്റ് പോലെ വെണ്ണ പോലെ അരച്ചിട്ട് നമുക്ക് ഈ മുഖക്കുരു വരുന്ന പാടുകൾ, കറുത്ത പാടുകൾ, അത് വന്ന് ഉണങ്ങിപ്പോയിട്ട് ശേഷം ഉണ്ടാകുന്ന പാടുകൾ, അങ്ങനെ കൂടെ മുഖക്കുരു വരുന്നവരാണെങ്കിൽ ഇനി അത് മൊത്തം ഒരു ഫേസ് പാക്ക് പോലെ ഉപയോഗിക്കാം. നന്നായിട്ട് വെണ്ണ പോലെ അരയ്ക്കുക. അതിൽ ഇച്ചിരി തൈര് കൂട്ടാം, കുറച്ച് കടലമാവും കൂട്ടാം. മനസ്സിലായോ? ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ. അല്ല, ഇനിയിപ്പോ നിങ്ങൾ ആ മുഖക്കുരുവിൽ മാത്രം, മുഖക്കുരു ഒന്ന് മാറിയ കറുത്ത പാടിൽ പോകാൻ വേണ്ടിയാണെങ്കിൽ ഇച്ചിരി അരച്ചിട്ട് ആ പാടുകളുള്ള ഭാഗത്ത് മാത്രം പറ്റി കൊടുത്താലും മതി. പക്ഷെ ഇതൊരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തൈരും കടലമാവും ഈ പേരയുടെ കൂമ്പലയും കൂടെ, മാക്സിമം തളിര്, ഇളം ഇല, ടെൻഡർ ലീഫ്, അത് നന്നായിട്ട് പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കുഴമ്പ് പോലെ ആക്കിയിട്ട് ഒരു ഫേസ് പാക്ക് പോലെ ഇട്ടിട്ട്, അപ്പൊ അതിന് മുമ്പ് ഇച്ചിരി ചെറുപയർ പൊടിയോ കടലമാവോ കൊണ്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ അപ്പ് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് ഇടുക. അങ്ങനെ 20 മിനിറ്റ്സ് to 30 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. മുഖക്കുരുവിന് ആ കുരുന്ന് മുട്ടുകൾ അരച്ച് പുരട്ടിയിടാം. അപ്പൊ അതൊരു രണ്ട് ഉപയോഗങ്ങളായില്ല. ഇപ്പോൾ ഇനി നമുക്ക് വായ്പുണ്ട്, സ്റ്റൊമറ്റൈറ്റിസിന് എങ്ങനെ ഉപയോഗിക്കാന്ന് പറയാം. അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മൗത്ത് അൾസർ, എഫ്ത് അൾസർ എന്ന് പറയുന്ന കണ്ടീഷൻ, വായ്പുണ്ണ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഈ വയറ്റിലെ പ്രശ്നങ്ങളാണ്, വിരശല്യമൊക്കെയാണ്. അത് കൂടാണ്ട് പിന്നെ വിറ്റമിൻ ബി കോംപ്ലക്സിന്റെ കുറവാണെന്നൊക്കെ നിങ്ങൾ പലരും കണ്ടുപിടിച്ച് അതിന് ബി കോംപ്ലക്സ് കഴിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ടെമ്പററി റിലീഫാണ്. ശാശ്വതമായിട്ട് മാറണമെങ്കിൽ വയറ് ശരിയാവണം. ഓക്കെ, അപ്പൊ ഞാൻ വായ്പുണ്ണ് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉള്ളിലേക്ക് ഔഷധം നിർദ്ദേശിക്കാറാണ് പതിവ്. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കരിനുച്ചിയുടെ ഇലയും ഉണക്കമഞ്ഞളും ഈ പേരയുടെ മുട്ടും, ഇത് രണ്ടും കൂടെ, ഈ മൂന്നും കൂടെ ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളം ഗാർഗിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ദിവസേന ഒരു 2-3 നേരം ഭക്ഷണത്തിന് മുമ്പ് കുടിക്കാനായിട്ടും നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് ഫലം കാണും. അത് ഒരു ദിവസം ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് കഴിക്കണം. പിന്നെ കൂടെ ഇങ്ങനെ വിരശല്യവും അല്ലെങ്കിൽ വായ്പുണ്ണും വരുന്നവരാണെങ്കിൽ ഇത് തുടർച്ചയായിട്ട് കുറച്ച് കാലം കഴിച്ചോ, ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ സംഗതികൾ ഇങ്ങനെ അടുപ്പിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ, അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസ് ആണ്, സേഫാണ്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇത് കുറച്ച് കാലം അടുപ്പിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പല തരത്തിലുള്ള സംശയങ്ങൾ വരും. അത് തീർക്കാനായിട്ടോ ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയിരിക്കണേ. അതായത് നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷ് ഗുളികകൾ നിങ്ങൾക്ക് 2 കൊല്ലോ 6 കൊല്ലോ 8 കൊല്ലോ ലൈഫ് ടൈമോ കഴിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറോട് ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ആരെങ്കിലും എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? ചോദിക്കാറില്ല. നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. എന്താ വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. ഇത് എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയായിരിക്കാം. പക്ഷെ ഇത് ആ തെറ്റിദ്ധാരണ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിന്റെ തന്നെ അടിസ്ഥാനപരമായ ഉദ്ദേശം. ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ സംശയം വരിക, അത് കഴിക്കുമ്പോൾ സംശയമില്ല. ഇത് അങ്ങനെ പെട്ടെന്ന്, അന്ന് ആയുർവേദം മരുന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഡോസ് കൊണ്ട് കാര്യം നടക്കണം.
ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ എത്ര കാലം കഴിക്കാനും മടിയില്ല, അങ്ങനെയല്ലേ കുറെ പേര്. അന്ന് നേരെ തിരിച്ചാട്ടോ. അത് മനസ്സിലാക്കിക്കോളൂ, എൻ്റെ വീഡിയോകൾ കാണുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്തരം സംഗതികൾ കുറച്ച് ദിവസം, ഒരു 2 ദിവസം 3 ദിവസം ഒന്നും ഉപയോഗിച്ച് നോക്കിയിട്ട് ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവണ്ട. ഒരു 3 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ 1.5 മാസമോ ഒക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതിനി പല രീതിയിലും ഉപയോഗിക്കാന്നേ. ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിച്ചൂടെ, മുഖക്കുരുവിന് മുട്ട അരച്ചിട്ടൂടെ, ഇതൊക്കെ ചെയ്യാവുന്നല്ലേ, സിമ്പിളുള്ള ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ. വായ്പുണ്ണോ അല്ലെങ്കിൽ വയറ്റിൽ വരയോ ഉണ്ടെങ്കിൽ ഇത് ഇച്ചിരി ഉണക്കമഞ്ഞളും കരിന്നുച്ചിയുടെ ഇലയും ഇതിന്റെ തളിരലയും കൂടെ കഷായം വെക്കാനായിട്ട് എല്ലാം കൂടെ ഒരു പിടി, അത് 2-3 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. അത് 1/4 വറ്റിക്കുക. അത് അരിച്ചെടുത്തിട്ട് പകുതി രാവിലെയും പകുതി വൈകിട്ടും കൊണ്ട് കഴിക്കുക. ഇത്രയേ ഉള്ളൂ ഈ കഷായം വെച്ച് കഴിക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വായ്പുണ്ണ് മാറും, വയറ്റിലെ കൃമി മാറും. ഇനിയുണ്ട് ഒട്ടനവധി ഉപയോഗങ്ങൾ. അതായത് ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്കിന്നിനൊക്കെ നല്ലത്. ഇനി നമുക്ക് തല കഴുകാനായിട്ട് എടുക്കാം. തല കഴുകിയാൽ എന്താ കൊണ്ടെന്നറിയോ? നല്ല കുളിർമ ഉണ്ടാവും, നല്ല ഉറക്കം കിട്ടും, പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞിട്ട്. അതായത് ഒരു 5 മണിക്കോ 6:30 ഇടയ്ക്ക്, ഇരുട്ട് വീഴുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞു കേട്ടോ, തല കുളിക്കുമ്പോൾ. അപ്പോൾ തല കുളിക്കാനുള്ള വെള്ളം, ഈ പേരയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം അതുകൊണ്ട് തല കഴുകിയുണ്ടല്ലോ, നല്ല കുളിർമ ഉണ്ടാവും. അതുപോലെ മുടി ഇടതോർന്ന് വളരുന്നതിന് സഹായിക്കും. നരയൊക്കെ അകാല നര തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വന്നത് പൂർണ്ണമായിട്ട് മാറുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ അതിൻ്റെ ആ സ്പീഡ് ഉണ്ടല്ലോ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ആ നരയുടെ ആ വ്യാപ്തി കുറയ്ക്കാനായിട്ട്, സ്പ്രെഡ് ചെയ്യുന്ന ആ തീവ്രത, ആ വേഗത കുറയ്ക്കാനായിട്ട് സഹായിക്കും, ഉറപ്പാണ്. ഓക്കെ, നരച്ച മുടി കറക്കൊന്നുമില്ല. മുടി നരയ്ക്കാൻ കറുപ്പിക്കാൻ അത്ര എളുപ്പമുള്ള വിദ്യകളൊന്നുമില്ല. പക്ഷെ ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ ആ നര പ്രിമച്ചർ ഗ്രേയിങ്, ചെറുപ്പത്തിലൊക്കെ തന്നെ തല നരയ്ക്കുന്ന കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴിക്കോ. അത് നന്നായിട്ട് മൂത്ത ഇലയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ തല കഴുകാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മൂത്ത ഇല ഒരു 10-20 ഇല 1 കലം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ആ വെള്ളം തണുത്തതിന് ശേഷം അതുകൊണ്ട് തലമുടി കഴുകാനായിട്ട് ഉപയോഗിക്കുക. പിന്നെ കൂടുതൽ സിന്തറ്റിക് ഷാമ്പും സോപ്പും ഒക്കെ തല നരയ്ക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കുക, അത് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഈ മൂത്ത പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം അതുകൊണ്ട് തല കഴുകുകയാണെങ്കിൽ തലമുടി വളരുന്നതിനും നര കുറയുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനും സഹായിക്കും. അപ്പോൾ 3 കാര്യമില്ലേ. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഉപയോഗം പറയാം. ഞാൻ നിർദ്ദേശിക്കാറുള്ള മറ്റൊരു വിദ്യ പറയട്ടെ. അതായത് കുറേ ചായകുടിയന്മാർ വരും, ചായക്ക് അഡിക്റ്റാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരുപാട് അസിഡിറ്റി, അൾസർ, സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട, ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഗ്യാസ്ട്രൈറ്റിസും ഗിർഡ് അങ്ങനത്തെ കുറേ അസുഖങ്ങളായിട്ട് കുറേ പേര് വരാറുണ്ടല്ലോ, IBS ഒക്കെ ആയിട്ട്. അപ്പോൾ അവരിൽ പലരോടും ചോദിച്ച് വരുമ്പോൾ ഇവർ ഡെയിലി ഈ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളൊക്കെ ഒരു 8 ചായയൊക്കെ സ്ട്രോങ് ആയിട്ട് നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേനും 8ഉം 10ഉം കുടിക്കുന്നവരുണ്ട്. അത് തന്നെയാണ് ഇവരുടെ അസുഖത്തിനുള്ള പ്രധാന കാരണം. അത് നിർത്താൻ പറഞ്ഞാൽ അവർ തയ്യാറാവില്ല, ഇവർ അഡിക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാൻ ഈ പേരയുടെ ഇല ഇട്ടിട്ട് തിളപ്പിച്ച് ഒരു പിടിയല്ല നുറുക്കിയിട്ടിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒരു പകുതിയാക്കി വറ്റിച്ചിട്ട് അത് 2-3 പ്രാവശ്യമായിട്ട് ഒരു ദിവസം കുടിക്കാൻ പറയും. ഈ ചായയുടെ അഡിക്ഷൻ വരുമ്പോൾ ഇത് തിളപ്പിച്ച് അരിച്ച് ഫ്ലാസ്കിൽ സൂക്ഷിക്കുക. അത് കുറേശ്ശെ ചൂടോടെ സിപ്പ് ചെയ്യാൻ പറയാം. ഇതിന്റെ മൂത്ത ഇലക്കുണ്ടല്ലോ, ഏതാണ്ട് തേയില ഇട്ട് കുടിച്ച ഒരു ടേസ്റ്റാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ചായ കൂടി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു ഓൾട്ടർനേറ്റ് എന്നുള്ള നിലയ്ക്ക് ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട്. നല്ല എഫക്റ്റീവ് വിജയം കാണാറുണ്ട്. അപ്പൊ ഇവർക്ക് ചായ കുടിച്ചു എന്നൊരു തോന്നലുമായി. എന്നാൽ ചായയുടെ തേയില കൊണ്ടുള്ള ദോഷങ്ങളും ഇല്ല, എന്നാൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും, മനസ്സിലായില്ലോ? അപ്പൊ അത് ഈ അസിഡിറ്റി, അൾസർ അത്തരം കണ്ടീഷനിലൊക്കെ ഇത് നല്ല എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പേരയിലെ ചായ ഓക്കെ. ഇത് ടീ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് ചോദിക്കണ്ട, അത് പറഞ്ഞുതരാം. അതിനാണ് ഇതുപോലെ. ഇതിനി നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിന് ഇലയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, ഇലയുടെ മൂപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, ഇത് തിളപ്പിക്കുന്ന സമയത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്. നല്ല സ്ട്രോങ് ആയിട്ട് വേണ്ടവർക്ക് കൂടുതൽ മൂത്ത ഇല, കൂടുതൽ എണ്ണം വിടുക, കൂടുതൽ സമയം തിളപ്പിക്കുക. ഓക്കെ, അപ്പൊ നല്ല കട്ടിയായിട്ട് കിട്ടും. അത് കഴിക്കാം. അപ്പൊ അതിന് നല്ല ചായയുടെ തന്നെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും, മനസ്സിലായോ? ഇനി അതല്ല നിങ്ങൾക്ക് അത്ര സ്ട്രോങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇലയുടെ എണ്ണം കുറയ്ക്കുക, മൂത്ത ഇലയുടെ എണ്ണം കുറയ്ക്കുക, ഒരു ഇളം തളിരിലാക്കുക, അതുപോലെ ഇലയുടെ എണ്ണം കുറയ്ക്കുക. ഇത് നാച്ചുറൽ യുക്തി നിങ്ങൾക്ക് അറിയാല്ലേ. അപ്പൊ അതേപോലെ അങ്ങോട്ട് ശീലിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ചായ കുടിച്ചു കഴിഞ്ഞാലേ ഇനി ഇത് മാത്രമല്ല ഗുണട്ടോ, ഈ ഡി അഡിക്ഷന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ആ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, അതിന്റെ കൂടെ മരുന്നുകൾ നിശ്ചയിക്കാറുണ്ട്. പക്ഷെ ഇതും കൂടെ സഹായിക്കുമ്പോൾ അവർക്ക് തേയിലയുടെ ചായയുടെ പിടിയിൽ നിന്ന് വിടാനായിട്ട് സാധിക്കുന്നുണ്ട് പലപ്പോഴും. ഞാൻ അതിൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഈ ഷെയർ ചെയ്യണത്. ഓക്കെ, ഇനി വേറെ ഗുണം പറയാം. നിങ്ങൾ ഈ ചൈനീസിനെ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ വളരെ മെലിഞ്ഞ് 42 കിലോ 32 കിലോ 38 കിലോ 34 കിലോ ഒക്കെ ആയ ഒരു വെയിറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെന്റിന്റെ അടുത്ത് വന്നിട്ടുണ്ട്.
34 കിലോ 36 കിലോ ഒക്കെ ഉള്ളവർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അത് തന്നെ ഓവർ വെയിറ്റ് ആയിട്ടാണ് അവിടുത്തെ ലേഡീസൊക്കെ കാണുന്നത്, മനസ്സിലായോ? അപ്പോൾ അവരിത് എങ്ങനെ ഇരിക്കണേന്ന് അറിയോ? അതിന്റെ രഹസ്യം, അവർ കൂടി ചൈനീസ് ടീ കുടിക്കും. അതിപ്പോ നമുക്ക് അതേ ഫലം ചെയ്യും, അതിന്റെ അതേ ഗുണം തന്നെയാണ് ഈ പേരയുടെ ഇലത്തിന്, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഗുണമാണ്. ഈ ഗ്രീൻ ടീയേക്കാളും ചൈനീസ് ടീയേക്കാളും ഒക്കെ മികച്ച ഗുണമാണ് ഇതിന്, മനസ്സിലായോ? അപ്പൊ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ചെല്ലുന്ന അൺവാണ്ടഡ് ഫാറ്റില്, ഈ ഓയിൽ വഴി വരുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയുന്നതിന് ഈ സംഗതിക്ക് സഹായിക്കും. ഈ പേരയുടെ ഇലയുടെ ചായ സഹായിക്കും. അങ്ങനെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും, മനസ്സിലായോ? നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, കൂടാതിരിക്കുന്നതിന് അമിതമായിട്ടുള്ള കൊഴുപ്പ്, പ്രത്യേകിച്ച് കുടവയറും ഒക്കെ, കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന കുടവയറൊക്കെ ഇല്ലേ, അത് കുറയുന്നതിന് സഹായിക്കും. നമ്മുടെ ശരീരത്തിന്റെ ആ ഭംഗി, ആ ബോഡി ഷേപ്പ് നിലനിർത്തുന്നതിനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ വേറൊരു സംഗതി, ഈ അമിത ഭാരം കുറയ്ക്കുന്നതിന് നിർദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും പ്രമേഹത്തിനും ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ നേരെ തിരിച്ചും പ്രമേഹം ശമിപ്പിക്കുന്ന എല്ലാ ഔഷധങ്ങളും വെയിറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് പേരയിലിട്ട് തിളപ്പിച്ച ചായ കുടിച്ചാൽ നിങ്ങൾക്ക് വെയിറ്റും കുറയും, ഷുഗറും കുറയും. വെയിറ്റ് കുറയുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ ലിവറിനൊക്കെ വളരെ നല്ലതാണ്. എന്താ വെച്ചാൽ ഈ ഫാറ്റി ലിവർ കണ്ടീഷനൊക്കെ ഉള്ളവര്, ശരീരത്തിൽ ഈ അമിതമായിട്ടുള്ള കൊഴുപ്പ് എവിടെയുണ്ടോ അതിനൊക്കെ അലിയിപ്പിച്ച് കളയാനായിട്ട് ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിന് കഴിവുണ്ട്. അപ്പോൾ ഈ പേരയില ഒരു 4-5 ഇല ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. അതായാലും വേണമെങ്കിൽ ഇങ്ങനെ കീറിയിട്ടോ, മനസ്സിലായോ? എന്നിട്ട് ഒരു 10-15-20 മിനിറ്റ് തിളച്ചോട്ടെ. അത് കഴിയുമ്പോൾ ഇല അരിച്ച് കളയുക. അത് അങ്ങനെ തന്നെ കുടിക്കാം. ഇനി ഇച്ചിരി ചക്കര വേണമെങ്കിൽ ചേർത്ത് കഴിക്കാം. ഇനി പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാം. ഇനി അതല്ല തേൻ ചേർക്കണമെന്നുണ്ടെങ്കിൽ വ്യത്യാസം മാറി തണുത്തതിന് ശേഷം പാടുള്ളൂ എന്ന് ഉറപ്പ് വരുത്തണം. ചൂടോടെ തേൻ ചേർക്കരുത്. തണുത്തതിന് ശേഷം അതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ വെയിറ്റ് കുറയുന്നതിന് ഒന്നും കൂടെ സഹായിക്കും, മനസ്സിലായോ? ഇനി ഇച്ചിരി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കേമായി. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആയിട്ടാണ് കഴിക്കണമെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് ആറിയ ശേഷം തേനും ചെറുനാരങ്ങയും ചേർത്തിട്ട് അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കണം. അപ്പോഴാണ് അതിന് കൂടുതൽ ഫലം. ഓക്കെ, അപ്പൊ അങ്ങനെ വെയിറ്റ് കുറയുന്നതിനെ സഹായിക്കും. ഇനി ഇതുപോലെ ടീ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗർ നിയന്ത്രിക്കാം, കൊളസ്ട്രോൾ നിയന്ത്രിക്കാം, ഫാറ്റി ലിവർ നിയന്ത്രിക്കാം. ഓക്കെ, പിന്നെ ഇതിൽ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ളതുകൊണ്ട് രക്തക്കൊഴലുകൾക്ക് ബലം കിട്ടുന്നതിനും, അതുപോലെ അതുവഴി BP നിയന്ത്രിച്ച് നിർത്തുന്നതിന്, അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും സഹായകമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളല്ലേ അതിന് പറ്റും. പിന്നെ ഇനി ഞാൻ വേറെ സംഗതി പറയാറുണ്ട് ക്ലിനിക്കിൽ. അതായത് നമുക്ക് കൂടുതൽ ഈ റൊമാറ്റിസം പേഷ്യൻസ് വരില്ലോ, വാദസംബന്ധമായ രോഗികൾ. അപ്പൊ അവർക്ക് ഈ തൈലൊക്കെ തേച്ചിരുന്നിട്ട് കുളിക്കാനായിട്ട് വാതകരായിട്ടുള്ള ദ്രവ്യങ്ങൾ പറയും. അപ്പൊ അത് അവൈലബിൾ അല്ലാതെ വരുമ്പോൾ നിർദ്ദേശിക്കുന്ന 2 സംഗതിയാണ് പ്ലാവിലയും പേരയുടെ ഇലയും. പഴുത്ത പ്ലാവിലയും പേരയുടെ ഇലയും കൂടെ ചതച്ചിട്ട് വെള്ളം വെന്ത് ആ വെള്ളം കൊണ്ട് ദേഹം കുളിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേരയിലിട്ട് വെന്ത വെള്ളം കൊണ്ട് ദേഹം കഴുകിയാൽ ഈ ബോഡി പെയിന്, മസിൽ പെയിന് ഒക്കെ കുറയുന്നതിന് സഹായിക്കും. മുടി വളരുന്നതിന് സഹായിക്കും. അപ്പോൾ തലയും കഴുകാം, മേലും കഴുകാം. ദേഹത്ത് ചൂടുവെള്ളം കൊണ്ട് കഴുകുക, തിളപ്പിച്ച നല്ല ചൂടുവെള്ളം കൊണ്ട് കഴുകുക. തൈലം തേച്ചതിന് ശേഷം തലയ്ക്ക് തിളപ്പിച്ച ആറിയ വെള്ളം ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ മുഖക്കുരുവിന്, മുടി നരയ്ക്കാതിരിക്കുന്നതിന്, മുടി വളരുന്നതിന്, തലനിരക്കി പറഞ്ഞു, പിന്നെ ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. ആസിഡിറ്റി, അൾസർ പോലത്തെ കണ്ടീഷന്, വായ്പുണ്ണിന് ഒക്കെ ഇത് ഗുണമാണ്. ബോഡി പെയിൻ കുറയുന്നതിന് നല്ലതാണ്. നല്ല എനർജിയും ഉന്മേഷവും എന്തൂസിയാസും ഉണ്ടാവുന്നതിന് സഹായിക്കും. അപ്പൊ ഇതിന് ഈ രീതിയിലൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഫേസ് പാക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുട്ട്, ഇളം തളിരില എടുക്കുക. ടീ ആയിട്ട് കുടിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ മൂത്ത ഇല എടുക്കുക. നല്ല സ്ട്രോങ് ടീ വേണമെന്നുള്ളവർക്ക് നല്ല മൂത്ത ഇല എടുക്കാം. ഇനി കുളിക്കുന്നതിനായിട്ട് വെള്ളം തയ്യാറാക്കുമ്പോൾ നല്ല മൂത്ത ഇല തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള അളവെടുക്കുക. പിന്നെ ഞാനൊരു ചെമ്പില് വെള്ളം തിളപ്പിച്ച് കുളിക്കാനായിട്ട് വെള്ളം എടുക്കുമ്പോഴേ ഒരു ചെമ്പില് ഒരു 2 പിടി ഇലയിട്ട് തിളപ്പിക്കാനാണ് പറയാറ്. അപ്പൊ അതൊരു 2-3 ദിവസത്തിൽ കൂടുതൽ വേണ്ട. 3 ദിവസം കഴിഞ്ഞാൽ ഇല മാറ്റണം. അതുവരെ നമുക്ക് ആ വെള്ളം അതിൽ ചേർത്ത് വീണ്ടും തിളപ്പിക്കുക, പിന്നെ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകൾ മൊത്തം മാറ്റി വീണ്ടും ഫ്രഷ് ലീവ്സ് ഇടുക. എന്താ വെച്ചാൽ അതൊന്നൊരു ഡിസ്റ്റേസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അത് ചെറിയ ഫംഗലൊക്കെ ഫോം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു 3-4 ദിവസം അതിൽ കൂടുതൽ വേണ്ട. കഴിഞ്ഞാൽ ഇല മാറ്റി ഫ്രഷ് ഇലയിട്ട് കുളിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ചില സംഗതികളും അറിവുള്ള ചില സംഗതികളും ഞാനിവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ ഉറപ്പിക്കുക, നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. എല്ലാ തൊടികളും എല്ലാ പറമ്പുകളും സുലഭമായിട്ട് ലഭിക്കുന്ന, നിങ്ങൾ ഈ ചൈനീസ് ടീയും അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അതിലുള്ളതിന് തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച പോഷക മൂല്യങ്ങൾ ഇതിലുണ്ട്, വിശ്വസിച്ചോ, സത്യമാണ്. ഓക്കെ, അത് പേരയ്ക്ക തന്നെ നമുക്കൊരു സാധാരണക്കാരൻ്റെ ആപ്പിൾ എന്ന് പറഞ്ഞ പേരയ്ക്കാണ്. ഇത് കഴിച്ചാൽ ഈ മലശോധന ഉണ്ടാവുന്നതിനും നമ്മുടെ സ്കിൻ ഗ്ലോ നിലനിർത്തുന്നതിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ സഹായിക്കും. അതേ ഗുണം തന്നെയാണ് ഈ പേരയുടെ ഇലയിൽ. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് ഇനി ആരും വിളിക്കേണ്ട, അതിൽ സൈഡ് എഫക്റ്റ് ഇല്ല. ഓക്കെ, ധൈര്യമായിട്ട് വിശ്വസിച്ചോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡോസ് അല്ലെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിച്ചാൽ മാറ്റിക്കളയാനുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ അമിതമായ വിശ്വാസം കൊണ്ടായിരിക്കാം. അതാണെന്നാ. അപ്പോൾ ഒരാഴ്ച കഴിച്ചിട്ടും ഗുണമില്ല എന്ന് പറയും.
അപ്പോൾ അന്ന് ഇംഗ്ലീഷ് ഗുളികകളാണെങ്കിൽ ലൈഫ് ടൈം കഴിക്കുന്നുണ്ട്, ഒരു സംശയമില്ല, ഒരു മടിയില്ല, സൈഡ് എഫക്റ്റ് ഉണ്ടോയെന്ന് ഒന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു ചിന്തയില്ല. പക്ഷെ ആയുർവേദമാണെങ്കിൽ ഒരു മാസമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം. ഇതെന്താണെന്ന് അറിയില്ല. എന്താ നമ്മുടെ നിങ്ങൾ ചോറ് ചെറുപ്പം തൊട്ടുണ്ടെന്നല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാവില്ല. അതേപോലെ തന്നെയുള്ളൂ ഇതും. ഇത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഈ ചാനലിൻ്റെ ശ്രമം. ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് മനസ്സിലാകുന്നവർ ഇത് ലൈക്ക് ചെയ്ത് മറ്റെല്ലാവരിലേക്കും മാക്സിമം എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഈ അറിവ് പകർന്നു കൊടുക്കാനായിട്ട് തയ്യാറാവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.